നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അല്ലേ ചീര നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടിയിട്ടാ തോന്നുന്നു മൊത്തം ഇവിടെ കാണിച്ചു കൊടുത്ത് പൂജിട്ട് ഇവിടെ മൊത്തം ചീര അത് അവിടെ മൊത്തം ഉണ്ട് കേട്ടോ. നമുക്കിത് ഇന്ന് പറിച്ചിട്ട് ചീരപ്പേരി ഉണ്ടാക്കാം. ഇതൊക്കെ ഞാൻ പറിക്കട്ടെ കേട്ടോ, പൊട്ടിക്കട്ടെ. ചീര നുള്ളിയിട്ട് വരാം കേട്ടോ, പറിച്ചിട്ട് എനിക്ക് പറഞ്ഞു. നമുക്കിതൊരു ഉപ്പേരിക്ക് ധാരാളം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ചീരപ്പേരി ഉണ്ടാക്കാം. വിഷമൊന്നും ഇല്ലാതെ കിട്ടണതല്ലേ. ഇനി ഇത് നമ്മൾ നുള്ളിയിട്ടുണ്ടെങ്കിലും ഇനിയും പൊടിച്ച് വന്നോളും. അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് എടുക്കാറാവുമ്പോൾ അപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ചോറുണ്ടാക്കി കഴിഞ്ഞു, ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞു എന്നും പറയണ പോലെ തന്നെ ചീര നമ്മുടെ പുറകുവശത്തുനിന്ന് ചീര പൊട്ടിച്ചത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ നുറുക്കി കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊരു ഉപ്പേരി ഉണ്ടാക്കാം. കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പച്ചക്കുരുമുളകൊക്കെ അരച്ചിട്ട് മുരുന്നനെ വറുക്കുകയും ചെയ്യാം, ഒരു രസം ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു പരിപാടിയിൽ കാര്യങ്ങൾ തീർക്കാം. നമുക്ക് ഉച്ചയൂണിൻ്റെ പരിപാടി തീർക്കാം. അപ്പോൾ മീനിലേക്ക് ആദ്യം മസാല പുരട്ടി വയ്ക്കാം. അപ്പോൾ എന്താ അതിലേക്ക് അതിങ്ങനെ മസാല പിടിച്ചിട്ട് അവിടെ ഇരുന്നോളും. ബാക്കി പരിപാടികൾ നമുക്ക് മെല്ലെ മെല്ലെ നോക്കാം കേട്ടോ. കുഞ്ഞമ്മത്തിയിലേക്ക് പച്ചക്കുരുമുളക് അരച്ച് ചേർത്താൽ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. കുരുമുളക് ഇല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് മോന് വന്നപ്പോൾ അവിടെ ഉണ്ടായെന്ന് ഒരു 2-3 തോക്ക കൊണ്ടുവന്നതാണ് കേട്ടോ. അതിന് തോക്കാൻ തന്നെയല്ലേ പറയാം, അങ്ങനെ വരുമ്പോൾ കൊണ്ടുവന്നതാണിത്. പച്ചക്കുരുമുളക് നമുക്ക് പിന്നെ ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇതിപ്പോൾ ചീര നമ്മൾ എവിടെ വാടകയ്ക്ക് നിൽക്കുകയാണെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ചീര, അതുപോലെ വെണ്ടയ്ക്ക, അങ്ങനെയുള്ള മുളക്, ചെറിയ അരിമുളക് അങ്ങനത്തെ ഒക്കെ വെക്കാറുണ്ട്. മത്തൻ, കുമ്പളം ഇതൊക്കെ നടാറുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയോണ്ട് അതിൻ്റെ വിത്തുമെന്ന് പ്രാവശ്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഉണ്ടായതാ. അപ്പം ഇതായിട്ട് നമുക്കിപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുകയും വേണ്ട, നല്ല സാധനം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വറുക്കാനുള്ളതിലേക്ക് ഞാനൊരു കഷ്ണം ഇഞ്ചി, ഒരു 2-3-4 ഇതിൻ്റെ കുരുമുളകിൻ്റെ മണി, പിന്നെ വെളുത്തുള്ളി ഇട്ടു, കുറച്ച് ചെറുള്ളി ഇട്ടു. ഇനി എന്താ അതിനകത്തേക്ക് വേണ്ട വെച്ചാൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലയ്ക്ക് ആവശ്യമില്ല, ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇതൊന്ന് അരച്ചിട്ട് മസാല പുരട്ടാം. മീനിലേക്ക് അരപ്പുറയിട്ട് വെക്കാം കേട്ടോ. ഇത് ഇപ്പം മത്തിയുടെ സീസണാണ് തോന്നുന്നു. ഇന്ന് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. നമ്മളൊരു ലേശം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എത്രയായിരുന്നു, 1.5 കിലോ 100 എന്ന് പറഞ്ഞു തോന്നുന്നു, അറിയില്ല. അത് ഞാൻ ഒരു 2 പിടി കുറച്ചധികം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കപ്പയും മത്തിയും കൂടെ പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ്, ലേശം വിനാഗിരി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പ് റെഡിയാക്കി. ഇതിനകത്ത് വരയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ, മസാല പിടിച്ചോളൂ. എന്താ വെച്ചാൽ ചെറുതല്ലേ. ആ കപ്പപ്പൊടിക്ക് ശരിക്കും നമുക്ക് വലിയ ഉണ്ടമത്തില്ല, ഉണ്ടായിട്ട് നെയ്യുള്ള അതാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ കുറേ ആരും ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മാറ്റി വെച്ചു. അപ്പം മീൻ്റെ മസാല റെഡിയായി. ഇനി ചീരപ്പേര് വയ്ക്കാം, രസം വയ്ക്കാനുള്ള പരിപാടി നോക്കാം. 2 പച്ചമുളക്, ഒരു 2 വെളുത്തുള്ളിയും കൂടെ ചതയ്ക്കാം കേട്ടോ. ആ ഇടിമുട്ടി കണ്ട മടിക്കാണ് ഇതിൽ ചതയ്ക്കണേ. ഇടയ്ക്ക് ഞാൻ അങ്ങനെ കള്ളത്തരം ചെയ്യാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചീരപ്പേരി ഉണ്ടാക്കാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ചതച്ച് വെച്ച ഉള്ളി, പച്ചമുളകും ഇട്ട് കൊടുക്കാം. മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ എന്നാലേ ഒന്നും കൂടെ ഇത് താന്ന് വരുള്ളൂ, അല്ലെങ്കിൽ ഇളക്കാൻ ബുദ്ധിമുട്ടാവും.
ഇതിപ്പോൾ കുറച്ചാവും, ഇത്രയൊന്നും ഇപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാവുന്നില്ല. അടച്ചു വെച്ചു. ഇനി രസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുള്ളി, 2 ചെറുള്ളി, വെളുത്തുള്ളി കുറച്ചധികം എടുത്തിട്ടുണ്ട്, ലേശം ചെറിയ ജീരകം, കുരുമുളക് ആയിട്ടില്ല, അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്തിരി ഇത്രയും മുളക് പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി, ഇത്രയും മതി കേട്ടോ. ഒരു തട്ടിക്കൂട്ട് രസമാണ്, ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. ഇനി ചീരയിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതുണ്ടോ അപ്പം നല്ല താന്ന് വന്നല്ലേ, അപ്പോൾ പാകത്തിന് ഉപ്പിടട്ടെ. ഉപ്പിട്ടിട്ട് ഇളക്കി, വെള്ളയും ചേർക്കണ്ട കേട്ടോ. നമ്മൾ ചീരയിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, എല്ലാവർക്കും അറിയാം. എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും. വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ ചെറിയ തീയിൽ വെന്ത് കിട്ടണം, ആ എണ്ണയിൽ കിടന്നത്. അപ്പോൾ അത് റെഡി ആവട്ടെ, നമുക്ക് രസത്തിൻ്റെ പരിപാടി നോക്കാം. രസത്തേക്ക് അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പാകത്തിനുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ തക്കാളി നമ്മളിതിലേക്ക് ഇങ്ങനെ പീച്ചി ഉടച്ച് ചേർക്കണം കേട്ടോ. പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ലതാ, ഇത് കുറച്ച് പഴുത്തിട്ടില്ല. നമ്മളിങ്ങനെ ഉടച്ച് ചേർക്കുക. എണ്ണ ഒഴിക്കുക കേട്ടോ. ചട്ടി വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. ഇനി രസം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് മീൻ വറക്കാം. കടുക് പൊട്ടിക്കാം, ഇത്തിരി കടുകിട്ട് കൊടുക്കുക. പൊട്ടി വരുമ്പോഴേക്കും 2 വറ്റൽമുളകും കൂടെ പൊട്ടിക്കാം. അതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിയും ഈ തക്കാളിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിങ്ക് മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ അരപ്പിലേക്ക് റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ എന്നാലും ഒരു ഇത്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ പുളി നല്ലോണം തിളച്ച് വരണ വരെ അടച്ച് വെച്ച് വേവിക്കാം. ഒരു ചെറിയൊരു കഷ്ണം കായം കൂടെ ഇട്ട് കൊടുക്കണ്ടോ, അത് ഞാൻ വിട്ടുപോയായിരുന്നു, ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതങ്ങനെ തിളയ്ക്കാം. ഇനി നമുക്കതിലേക്ക് മാറ്റാം, അത് ചട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതൊക്കെ നമുക്ക് കഴുകി എടുത്ത് വെക്കാമല്ലോ. പുളിവെള്ളമൊക്കെ തിളച്ചു കേട്ടോ രസത്തിൻ്റെ. ഇനി നമുക്ക് ഈ അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി ഈ അരപ്പൊന്ന് വേണ്ട വരെ ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. നമുക്ക് മീൻ വറക്കാം കേട്ടോ. ഇത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് മീൻ വറുത്താൽ ഇല്ല. ഓക്കെ, എണ്ണ ഒഴിച്ചു, അത് ചൂടായിട്ടുണ്ട്. വേപ്പിലിട്ടു ഇട്ട് മീനൊക്കെ തെറുക്കി ഇതിൽ വെച്ച് കൊടുക്കാം. ഇതിന് മുരിയണം കേട്ടോ. അപ്പോഴാണ് അധികം ടേസ്റ്റ്. നമുക്ക് നല്ല മുരിച്ചെടുക്കാം അല്ലേ ഇതിനെ. നമ്മുടെ രസം റെഡിയായി കേട്ടോ. ഇതിലെ വേപ്പില, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ചല്ല കേട്ടോ, കുറച്ച് അധികം ഇട്ടോ. ഈ രസത്തിലേക്ക് മല്ലിച്ചപ്പാണ് ഭയങ്കര ടേസ്റ്റ്. ഇനി ആയി ഒന്ന് അടച്ച് വയ്ക്കാം. രസം റെഡിയായി. ഇനി മീനും കൂടെ റെഡിയാകണം. മീനൊരു സൈഡായിട്ടുണ്ട് കേട്ടോ. ഇത് മറച്ചിട്ടിട്ട് നമുക്ക് ഇനി ഒരു 2 ട്രിപ്പും കൂടെ
വറക്കാനുണ്ട്. പക്ഷെ അത് ഒറ്റ ട്രിപ്പ് കൂടെ ഇനി വറക്കണുള്ളൂ. ബാക്കി നമ്മൾ എടുത്തിട്ട് മസാല തേച്ച് ഫ്രിഡ്ജിൽ വയ്ക്കും. നാളെ എടുക്കാം. രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഫസ്റ്റിലെ കരിമുരാന്നുള്ള കറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതാവട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ പാത്രങ്ങളൊന്നും മൂരെടുക്കട്ടെ. മീൻ വറുത്തത് റെഡിയായി. ചീരുപ്പേരി, രസം. ഇനി ഇതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. സീ യു.